Is a strong mind really driven by positive thoughts? നമ്മൾ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഉപദേശമാണ് തിങ്ക് പോസിറ്റീവ്, അല്ലെങ്കിൽ നല്ല വശം കാണാൻ ശ്രമിക്കൂ എന്നുള്ളത്. ശുഭാപ്തി വിശ്വാസത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പക്ഷേ മെന്റൽ റെസീലിയൻസും നമ്മളുടെ ചിന്തകളും തമ്മിലുള്ള ബന്ധം ഇസ് മോർ കോംപ്ലെക്സ് ദാൻ ജസ്റ്റ് തിങ്കിങ് പോസിറ്റീവ്. ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെന്റൽ റെസീലിയൻസും നിങ്ങളുടെ ചിന്തയും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ടാണ്. എന്താണ് മെന്റൽ റെസീലിയൻസ് എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് എന്താണ് മൈൻഡ്, എന്താണ് ബ്രെയിൻ എന്നുള്ളതിനെ പറ്റി നോക്കാം. മൈൻഡും ബ്രെയിനും പലപ്പോഴും ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഇത് രണ്ടും ഒന്നാണോ? മൈൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ചിന്തകളും ഇമോഷൻസും എക്സ്പീരിയൻസുകളുമാണ്. അതേസമയം ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് എന്ന് പറയുന്നത് ഇസ് എ ഫിസിക്കൽ ഓർഗൻ ദാറ്റ് ഹൗസ് യുവർ മൈൻഡ് എന്നുള്ളതാണ്. ഈ ചിന്തകൾ, നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ തലച്ചോറിന്റെ സ്ട്രക്ചറിനെയും ഫങ്ഷനെയും മാറ്റാൻ സാധിക്കും ത്രൂ എ പ്രോസസ് കോൾഡ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി? അത് നമ്മുടെ തലച്ചോറിന്റെ ഒരു ഫങ്ഷൻ ആണ് ടു ഫോം ന്യൂ ന്യൂറൽ കണക്ഷൻസ് ആൻഡ് റീഓർഗനൈസ് ത്രൂ ഔട്ട് അവർ ലൈഫ്. ചിന്തകൾ, നമ്മുടെ ചിന്തകൾ, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, അത് എപ്പോഴും ഉണ്ടാവുന്ന സമയത്ത്, റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നു. ഇറ്റ്സ് ലൈക്ക് എ സ്ക്രിപ്റ്റ് ദാറ്റ് റീപ്ലേസ് ഇൻ യുവർ ബ്രെയിൻ. നമുക്ക് ഓരോ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴും അതിനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സ്ക്രിപ്റ്റുകൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവാം. ഒരുപാട് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ക്രിപ്റ്റുകൾ. പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് പുതിയ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവും, വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ ഓൾഡ് സ്ക്രിപ്റ്റ്. ആൻഡ് ഓൾ ദീസ് സ്ക്രിപ്റ്റ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്മളുടെ അപ്ബ്രിങ്ങിങ്, നമ്മളുടെ എക്സ്പീരിയൻസുകളും നമ്മളുടെ ടെമ്പർമെന്റും ആണ്. പക്ഷേ ദ ഗുഡ് തിങ് ഈസ്, ഈ സ്ക്രിപ്റ്റുകൾ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ മെന്റൽ റെസീലിയൻസും ചിന്തകളും തമ്മിൽ ബന്ധം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് മെന്റൽ റെസീലിയൻസ്? മെന്റൽ റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ഇമോഷൻസിനെയോ സ്ട്രെസ്സിനെയോ അവോയ്ഡ് ചെയ്യലല്ല, മറിച്ച് അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യലാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ അവിടെ നിന്നും അതുമായിട്ട് അഡാപ്റ്റ് ആവാനും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുമുള്ള നമ്മുടെ കഴിവാണ് മെന്റൽ റെസീലിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾ അത് എപ്പോഴും മോശമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പൊട്ടൻഷ്യൽ ത്രെട്ടിനെ മനസ്സിലാക്കുവാനും അതുപോലെ ചേഞ്ചിന് വേണ്ടി മോട്ടിവേറ്റ് ആവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ നെഗറ്റീവ് ചിന്തകൾ തന്നെയാണ്. പക്ഷേ ദ കീ ഈസ് how we process and respond to these negative thoughts എന്നുള്ളതാണ്. ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന സമയത്ത്, എസ്പെഷ്യലി ത്രെട്ടനിങ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുന്ന സമയത്ത് അത് സ്ട്രെസ് റെസ്പോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരു ത്രെട്ടനിങ് ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ലൈക്ക് ഒരു എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, നമുക്കതൊരു ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായാൽ പലതരത്തിലുള്ള കെമിക്കലുകൾ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ശരീരത്തിൽ റിലീസ് ആവുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ. ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത് അവരാണ്. അവ നമ്മുടെ ശരീരത്തിനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷന് വേണ്ടി പ്രിപ്പയർ ആക്കുന്നുണ്ട്. നമ്മുടെ ഫോക്കസ് കൂട്ടും, നമ്മുടെ എനർജി കൂട്ടും, നമ്മളുടെ ഹാർട്ട് റേറ്റ് കൂട്ടും, റെസ്പിറേറ്ററി റേറ്റ് കൂട്ടും. അങ്ങനെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷന് വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്നു. നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത് കോർട്ടിസോൾ ആണെങ്കിൽ പോലും അത് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് ആ ഒരു സീനിലേക്ക് വരുന്നത്. കോർട്ടിസോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ എനർജി സോഴ്സസ് മൊബിലൈസ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. മറ്റ് പല കെമിക്കലുകളും നമുക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മറ്റ് പല കെമിക്കലുകളുടെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് തൈറോയ്ഡ് ഹോർമോൺ ക്രോണിക് സ്ട്രെസ്സിൽ കുറയുന്നുണ്ട്. നമ്മുടെ സെക്സ് ഹോർമോൺസ് ലൈക്ക് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ഒക്കെ ക്രോണിക് സ്ട്രെസ്സിൽ കുറയുന്നുണ്ട്. അത് കുറയുന്നത് കാരണമാണ് പലപ്പോഴും സ്ട്രെസ് നമുക്ക് ഒരുപാട് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് ലോ സെക്സ് ഡ്രൈവും അതുപോലെ തന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും ഒക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു സ്ട്രെസ് ദീർഘകാലം നീണ്ടു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മെന്റൽ റെസീലിയൻസ് കുറയ്ക്കാനുമുള്ള കാരണം ആകാറുണ്ട്. പക്ഷേ ഈ ഒരു തോട്ടിനെ നമ്മൾ എങ്ങനെ അതിനെ നമ്മൾ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു ഹൗ വി പ്രോസസ് ആൻഡ് റെസ്പോണ്ട് ടു ദാറ്റ് നെഗറ്റീവ് ഇമോഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ എങ്ങനെ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ കാണുന്നു എന്നുള്ളതാണ് പലപ്പോഴും പ്രധാനമായിട്ട് ഉള്ളത്. അവിടെയാണ് നമുക്ക് കോഗ്നിറ്റീവ് റീസ് അപ്രൈസലിന് പ്രാധാന്യം ഉണ്ടാവുന്നത്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിനെ
മോർ പോസിറ്റീവ് അല്ലെങ്കിൽ മോർ ന്യൂട്രൽ ആയിട്ട് കാണാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് റീഅപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ ഒരു സ്ട്രെസ് റെസ്പോൺസിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കമ്മിങ് ബാക്ക് ടു എങ്ങനെ നമ്മുടെ തോട്ട്സും മെന്റൽ റെസീലിയൻസും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ എങ്ങനെ കാണുന്നു, മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു, ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചിന്താ രീതികളുണ്ട്. ചില നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താ രീതികളാണ് കാറ്റസ്ട്രോഫൈസിങ്, ഓൾ ഓർ നൺ തിങ്കിങ് ഒക്കെ. കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും മോശം വശം മാത്രം കാണാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓൾ ഓർ നൺ തിങ്കിങ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീംസ് മാത്രം കാണാനായിട്ട് ശ്രമിക്കുന്നു. അതായത് എല്ലാം ശരിയാവും ആണ്, അല്ലെങ്കിൽ എല്ലാം മോശം, അല്ലെങ്കിൽ കംപ്ലീറ്റ് സക്സസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫെയിലുവർ എന്നുള്ളൊരു തിങ്കിങ്. ഇതുപോലത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താ രീതികൾ പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിനെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കില്ല. കാരണം ദേ കീപ് അസ് ഇൻ എ ബോക്സ്. ആ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ, ആ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്യുകയും പുതിയ പെർസ്പെക്റ്റീവ് കാണാനും നമുക്ക് സാധിച്ചാൽ, നമുക്ക് കൂടുതൽ നന്നായിട്ട് നമ്മൾക്ക് ആ സാഹചര്യവുമായി അഡാപ്റ്റ് ചെയ്യുവാനായിട്ടും നമ്മുടെ മെന്റൽ റെസീലിയൻസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ടും നമുക്ക് സഹായകമാണ്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് റീഅപ്രൈസൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു കാര്യം. അത് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിനെ മോർ പോസിറ്റീവ് അല്ലെങ്കിൽ മോർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകളായിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു നമ്മുടെ കഴിവിനെയാണ് നമ്മൾ ഈ കോഗ്നിറ്റീവ് റീഅപ്രൈസൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ചിന്തകളെ നിരന്തരം നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവുകയും, അത് നിരന്തരമായി നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ കണക്ഷൻസ് മോർ സ്ട്രോങ് ആവുകയും ചെയ്യുന്നു. അത് ത്രൂ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഞാൻ പറഞ്ഞു, നമ്മുടെ ചിന്തകൾ നമുക്ക് നമ്മുടെ തലച്ചോറിന്റെ ഫംഗ്ഷനെയും സ്ട്രക്ചറിനെയും മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ പുതിയ ചിന്തകളിലേക്ക്, പുതിയ നെഗറ്റീവ് ചിന്തകളെ കൂടുതലായിട്ട് നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് പുതിയ കണക്ഷൻസ് ഉണ്ടാവുകയും ആ കണക്ഷൻസ് നിരന്തരമായി സംഭവിക്കുമ്പോൾ അത് സ്ട്രോങ് ആവുകയും ചെയ്യുന്നു. അതുവഴി നമ്മൾക്ക് ആ സാഹചര്യങ്ങളുമായിട്ട് പുതുതായിട്ട് കൂടുതൽ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണ് മെന്റൽ റെസീലിയൻസ് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് തെറാപ്പിയിലും സംഭവിക്കുന്നത്. നിങ്ങളുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് മനസ്സിലാക്കുകയും അതിനെ മാറ്റാനായിട്ട് അതിനെ ചലഞ്ച് ചെയ്യുകയും അല്ലെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുകയും, അത് ശ്രമിക്കുന്നത് വഴി, നിരന്തരം അത് ശ്രമിക്കുന്നത് വഴി പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവുകയും അത് സ്ട്രോങ് ആവുകയും അതുവഴി നിങ്ങളുടെ ചിന്തകൾ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തെറാപ്പിയിലും സംഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതും തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പല കോഗ്നിറ്റീവ് ടെക്നിക്സ് പഠിക്കാം. അത് ഈ മെന്റൽ റെസീലിയൻസിന് സഹായിക്കുന്ന ചില കോഗ്നിറ്റീവ് ടെക്നിക്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.